എന്താ പറയുക സെയിൽസ് കൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇവരായിരിക്കും. കാരണം ഇവർക്ക് ഇതിന് ശരിക്കും പുറത്ത് 3 വർഷം എക്സ്പീരിയൻസ് ഒരാളെയും ഈ 3 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വർഷം എന്താ പറയുക പുറത്ത് വർക്ക് ചെയ്ത ഒരാളുണ്ടല്ലോ, അവർ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ടെക്നിക്കുകൾ പഠിക്കാത്ത ആളെ സംബന്ധിച്ചോടെ പറയുന്നത്, ഇത് പഠിച്ച ആളുകളുണ്ടാവും അല്ലാത്ത ആളുകളുണ്ടാവും. കുറേ മിസ്റ്റേക്കുകൾ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് 3 വർഷം ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അതെ, ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും. അതെ. ഇപ്പൊ നമ്മളിവിടെ ഈ കോഴ്സിലേക്ക് ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്ത ആളുകൾ വരുന്ന സമയത്ത് അവരോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഒരു 0 സ്കില്ലുള്ള ഒരാളായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കയറേണ്ടത്, അതായത് ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ സ്കില്ല് എന്ത് ചെയ്യുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് കയറുള്ളൂ. അതല്ലാതെ ആ ഒരു മിസ്റ്റേക്കുകൾ അവർ വരുത്തി. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരാറുണ്ട്, ഫ്രഷേഴ്സും വരാറുണ്ട്. ഈ ഫ്രഷേഴ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ ടാർഗറ്റും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് ആ രീതിയിലേക്ക് അവർ പെട്ടെന്ന് എത്തും. ഇവർ എത്തില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇവർക്കൊരു ധാരണകളുണ്ട്, ഇത് ഞാൻ അവിടെ ചെയ്തത് എങ്ങനെയാണ്, അവിടെ ചെയ്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയിൽ അങ്ങനെയാണ് ചെയ്തത് എന്ന് എന്ത് ചെയ്യും, ഇവർ പഠിക്കാൻ റെഡി ആവില്ല. അവർ ട്രെയിനിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് എനിക്ക് അറിയാമെന്നുള്ള അനുസരിച്ചായിരിക്കും. ശരിക്കും അതാണ് ശരിക്കും ഏറ്റവും വലിയ ഡേഞ്ചർ. നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് സ്ക്രീനിങ്ങിന്റെ ടൈമിൽ നമ്മൾ പറയുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ 0 സ്കില്ലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇരിക്കേണ്ടത്. ഇവിടെ നമ്മൾ 100 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒഴിഞ്ഞ ഗ്ലാസ് പോലെ ഒന്ന് ഇരിക്കണം എന്നുള്ളത്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ മിസ്റ്റേക്ക് അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. അവരുടെ ലൈഫ് അവരാണ് സെയിൽസിന്റെ എന്താ പറയാ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ. സെയിൽസ് അങ്ങനെയാണ്, സെയിൽസ് കൊണ്ട് എന്താ പറയാ സെയിൽസ് കൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇവരായിരിക്കും. കാരണം ഇവർക്ക് ഇതിന് എന്തില്ല, ഇതിന്റെ ബാക്ക് അറിയില്ല, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ 0 മൈൻഡ് സെറ്റ് ആയിട്ട് വരിക, പഠിക്കുക, തിരിച്ച് ഒരു എക്സ്പേർട്ട് ആയിട്ട് തിരിച്ചു പോകുന്നതാണ്.